കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർ അനുശോചനം അറിയിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. പ്രമാദമായ കേസുകൾക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ നിർണായക സഹായം ചെയ്തതാണ് ഷേർലി വാസുവിന്റെ ഔദ്യോഗിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. പോലീസ് പ്രതിസന്ധിയിലായ അനേകം കേസുകളിൽ തുമ്പുണ്ടാക്കിയ ഫോറൻസിക് സർജൻ. വിടവാങ്ങിയ ഡോക്ടർ ഷേർലി വാസുവിന്റെ സേവനത്തെ ഒറ്റവാക്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ട്രെയിനിൽ വെച്ച് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ചത് ഷേർലി വാസുവായിരുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് കേസുകളിൽ 2.5 പതിറ്റാണ്ടിലധികം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ ഷേർലി വാസുവിന്റെ സേവനം പതിഞ്ഞു. കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായിരുന്നു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. 1982-ൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. 1984-ൽ ഫോറൻസിക് മെഡിസിനിൽ MD ബിരുദം നേടി. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഫോറൻസിക് സയൻസിൽ നിർണായക സാന്നിധ്യമാണ് ഷേർലി വാസു രചിച്ച പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം. 2017-ൽ സംസ്ഥാന സർക്കാർ വനിതാരത്നം പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തിയ ഫോറൻസിക് സർജനായിരുന്നു ഡോക്ടർ ഷേർലി വാസു എന്ന സഹപ്രവർത്തകനായ ഡോക്ടർ കെ പ്രസന്നൻ അനുസ്മരിച്ചു. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ പേരാണ് ഇപ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലും വരിക. കാരണം മാഡത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ കേസ് അനാലിസിസ് ഒക്കെ. ഷേർലി വാസുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കുറ്റാന്വേഷണത്തിൽ സമാനതകളില്ലാത്ത സഹായങ്ങൾ നൽകിയ ഫോറൻസിക് സർജൻ വിട പറയുമ്പോൾ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഷേർലി വാസു അറിവ് പകർന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ സേവനം ഇനിയും തുടരും. മീഡിയ 1 കോഴിക്കോട്.